ബിഗ് ബോസ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈവിൽ ഇപ്പോൾ അക്ബറും അനുമോളും തമ്മിൽ നല്ല രീതിയിൽ ഒരു അടി നടക്കുന്നുണ്ട്. അടിയുടെ പ്രധാന കാരണം അനുമോൾ ക്യാരറ്റ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അനുമോളുടെ ഈ മോഷണം അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പ്രവീണും അഭിലാഷും ഭൂരിഭാഗം വരുന്ന കണ്ടസ്റ്റൻസും പറഞ്ഞു. ഇത് ചുമ്മാ ക്യാമറ പ്രസൻസ് കിട്ടാൻ വേണ്ടി അനുമോൾ കാട്ടിക്കൂട്ടുന്നതാണ്. ഒരു പ്രശ്നമില്ലാത്തടത്ത് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി വെറുതെ മോഷ്ടിക്കുകയാണെന്നാണ് അവരെല്ലാവരും പറഞ്ഞത്. ഈ ഒരു കാര്യത്തെപ്പറ്റി അക്ബർ അനുമോളുടെ അടുത്ത് എടുത്തു ചോദിച്ചു. നാളെ ജയിൽ നോമിനേഷൻ ഉള്ളതുകൊണ്ട് ജയിലിൽ കിടക്കാൻ വേണ്ടി മനഃപൂർവ്വം മോഷ്ടിച്ചതല്ലേ അനുമോൾ? അനുമോളുടെ ക്യൂട്ട്നെസ് വാരി വിതറാൻ വേണ്ടി ക്യാമറ പ്രസൻസ് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അനുമോൾ അതിനെതിരെ സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ലൈവിൽ കാണാൻ സാധിക്കുന്നത്. അക്ബറുമായിട്ട് നല്ല രീതിയിൽ തന്നെ അടിയുണ്ടാവുന്നുണ്ട്. അക്ബറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇവിടെ വെറുതെ ചുമ്മാ നടന്നുകൊണ്ട് ഇവിടെ മൂലയിൽ ഇരുന്നു കൊണ്ട് വേരുണ്ടാക്കാൻ വേണ്ടിയല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്നെ ബിഗ് ബോസ് വിളിച്ചിരിക്കുന്നത് കണ്ടന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി, എനിക്ക് മാന്യമായിട്ടുള്ള സാലറി തന്നുകൊണ്ട് ഇവിടെ വിളിച്ചിരിക്കുന്നത് ഇവിടെ കണ്ടന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഞാൻ അതിനു വേണ്ടി ബിഗ് ബോസിന് വേണ്ടി കണ്ടന്റുകൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ അക്ബറുമായിട്ട് നല്ല രീതിയിൽ അടിയുണ്ടാവുന്നുണ്ട്. സത്യത്തിൽ ബിഗ് ബോസിന് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ബിഗ് ബോസിന് വേണ്ടി കളിക്കുന്ന ഒരു ഗെയിമറായി മാറുകയാണ് അനുമോൾ ഇപ്പോൾ. അനുമോളുടെ ഉള്ളിലെ ഒരു അഹങ്കാരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ ബിഗ് ബോസിന് വേണ്ടിയാണ് ഇവിടെ കളിക്കുന്നത്, അല്ലാതെ അനുമോൾക്ക് വേണ്ടിയാണ് അവിടെ കളിക്കുന്നതെന്ന് ഒരിക്കൽ പോലും അനുമോൾ പറഞ്ഞിട്ടില്ല. സോ ബിഗ് ബോസിന് ഇങ്ങനെ അഹങ്കാരമുള്ള ഒരു കണ്ടസ്റ്റന്റിനെ വിളിച്ചു വരുത്തി ഇവിടെ സ്വയം ബിഗ് ബോസ് തന്നെ നാണം കിടന്ന അവസ്ഥയിലേക്കാണ് അനുമോൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിന് അനുമോളെ ആവശ്യമുണ്ട്. അനുമോളെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. എനിക്ക് ബിഗ് ബോസിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. എനിക്ക് പുറത്ത് 11 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഓൾറെഡി സ്ക്രീൻ പ്രസൻസ് എനിക്ക് ലഭിക്കുന്നുണ്ട്. നിനക്കാകെ പാട്ട് പാടാനല്ലേ അറിയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അനുമോൾ അവിടെ അക്ബറിന്റെ അടുത്ത് സംസാരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ഈ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.